മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് അന്തിമമായതായി സൂചന. മുതിർന്ന ബി.ജെ.പി. നേതാവാണ് ഇക്കാര്യത്തെക്കുറിച്ച് PTIയോട് പ്രതികരിച്ചത്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് പ്രഖ്യാപിച്ചെന്നും ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഡിസംബർ 2-നോ 3-നോ നടത്തുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി അണികളിലും സഖ്യകക്ഷികളിലും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഇടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവന്നത്. അതേസമയം തന്റെ മകൻ ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നും പാർട്ടിക്ക് ആഭ്യന്തര വകുപ്പിൽ താൽപര്യമുണ്ടെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു. മഹായുതി സഖ്യകക്ഷികൾ സമവായത്തിലൂടെ സർക്കാർ രൂപീകരണം തീരുമാനിക്കുമെന്നും ശിവസേന മേധാവി പറയുകയുണ്ടായി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഡിസംബർ 2 തിങ്കളാഴ്ച തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 288-ൽ 230 സീറ്റുകളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ച് NDA സഖ്യത്തിന്റെ ഭാഗമായി ബി.ജെ.പി. ശ്രദ്ധേയമായ വിജയം നേടി. ബി.ജെ.പിക്ക് 132 സീറ്റുകളും ശിവസേനയ്ക്ക് 57 സീറ്റുകളും അജിത് പവാർ നയിക്കുന്ന NCPക്ക് 41 സീറ്റുകളുമാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ 5-ന് ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ ശനിയാഴ്ച അറിയിച്ചിരുന്നു. അതേസമയം ഷിൻഡെയെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നതിൽ സഖ്യത്തിനകത്ത് ഭിന്നാഭിപ്രായമുണ്ടെന്നാണ് വിവരം. ഷിൻഡെ സഖ്യത്തിന്റെ ഐക്യത്തിന് ആഹ്വാനം ചെയ്തിട്ടും ചില നേതാക്കൾ മറിച്ച് അഭിപ്രായമുണ്ടെന്നാണ് വിവരം. പവാറിന്റെ NCP മഹായുതി സഖ്യത്തിൽ ചേർന്നിരുന്നുവെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാർട്ടിക്ക് 90 മുതൽ 100 വരെ സീറ്റുകൾ നേടാനാകുമായിരുന്നുവെന്ന് ശിവസേന MLA ഗുലാബ് റാവു പാട്ടീൽ പറഞ്ഞിരുന്നു. അവിഭക്ത സേനയും ബി.ജെ.പിയും ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ റാവു സാഹേബ് ദാൻവെയും ചൂണ്ടിക്കാട്ടിയിരുന്നു. ആദ്യം മുതൽക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ഫട്നാവിസിന്റെയും ഷിൻഡെയുടെയും പേരുകളാണ്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണി വലിയ ജയം നേടിയതിനു പിന്നാലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് ഏക്നാഥ് ഷിൻഡെ. സംസ്ഥാനത്ത് നിലവിലെ മുഖ്യമന്ത്രി കൂടിയായ അദ്ദേഹം ഭരണം തുടരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ ബി.ജെ.പി. മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനം ഭരിക്കണമെന്ന നയമാണ് RSS കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയെങ്കിലും വിട്ടുകൊടുക്കാൻ ഏക്നാഥ് ഷിൻഡെ തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രി പദം കൊക്കിൽ ഒതുങ്ങുന്നതല്ലെന്ന് കൃത്യമായ ധാരണയുള്ള അജിത് പവാറിന്റെ NCP ബി.ജെ.പിയെയാണ് പിന്തുണയ്ക്കുന്നത്. ഇതോടെ ഒറ്റയ്ക്കായ ഷിൻഡെ ബീഹാർ മോഡൽ എന്ന ആശയമാണ് ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നത്. ബീഹാറിൽ ബി.ജെ.പി. കൂടുതൽ സീറ്റുകൾ നേടിയിട്ടും മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് നൽകിയിരുന്നു. എന്നാൽ ബി.ജെ.പി. നേതൃത്വം മഹാരാഷ്ട്രയിൽ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് തുടക്കത്തിലെ വ്യക്തമായതാണ്. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉപമുഖ്യമന്ത്രി പദമാണ് ഷിൻഡെയ്ക്ക് ബി.ജെ.പി. വാഗ്ദാനം ചെയ്തത്.